വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരോടും ഞാൻ സോറി ചോദിക്കുന്നു. എൻ്റെ അമ്മയ്ക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്തത്. ഇനി തൊട്ട് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പം ഈ വീഡിയോയുടെ എന്താ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ എനിക്കൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സോ അത് അറ്റൻഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കണ്ടൻറ്റ്. അപ്പം ഞാൻ എന്താ ഈ റോഡിൽ നിന്നും ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ വരുന്നത്. അങ്ങനെ ഞാൻ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. നോർമലി ഞാൻ ബസ്സിൽ തന്നെയാണ് നാട്ടിൽ പോകാറുള്ളത്. അങ്ങനെ ഞാൻ നാട്ടിലെത്തി അച്ഛനെ അമ്മയൊക്കെ കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി. അമ്മ രാവിലെ തന്നെ ടീയൊക്കെ കുടിക്കുകയാണ്. അന്ന് എനിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു വീട്ടിൽ ചെന്നതിന് ശേഷം. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഹെയറിന് ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ എന്തെങ്കിലും ചെയ്യണം. കാരണം ഒരുപാട് ഡാമേജ്ഡ് ആയിട്ട് കിടക്കുകയാണ് ഹെയർ. ഞാൻ തമിഴ്നാട്ടിലാണല്ലോ പഠിക്കുന്നത്. അപ്പം സോ അവിടുത്തെ വെള്ളമൊന്നും എനിക്ക് ഒട്ടും സെറ്റാകുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരുമാതിരി മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്. സോ ഞങ്ങൾ എപ്പോഴും പോകാറുള്ള ഒരു പാർലർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഇതാ റെഡി ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ട്രാൻസിഷൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് അന്ന് ഒട്ടും ടൈമില്ല. അവർ ഷാർപ്പ് 9:30ക്ക് തന്നെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് ഫേഷ്യലും ഉണ്ടായിരുന്നു, ചെയ്യണം എന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹെയറിൻ്റെ ഇതുമുണ്ട്. അപ്പം നോർമലി ഒരു 6 to 7 hours എബോവ് ആവും ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിയണമെങ്കിൽ. അപ്പം ബൈക്കിലാണ്, ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പം ഹെൽമെറ്റൊക്കെ വെച്ച് ഞാനും അച്ഛനും കൂടെയാണ് പോകുന്നത്. ഇത്തവണ മാത്രം എനിക്ക് അമ്മയില്ല എൻ്റെ കൂടെ വരാൻ. അമ്മയ്ക്ക് ഒട്ടും പറ്റില്ല ട്രാവൽ ചെയ്യാനും ഒന്നും. സോ ഞാൻ ഒറ്റയ്ക്കാണ്. അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ട് എനിക്ക് പോകാൻ. കാരണം ഞാൻ എവിടെ പോയാലും അമ്മയുടെ കൂടെയാണ് പോവാറ്. ഇത്തവണ അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ട് എനിക്ക്. അങ്ങനെ ഞാനും അച്ഛനും വേഗം പോവാണ്. ഓൾറെഡി ലേറ്റായി. ഞങ്ങൾ വേഗം പോവാണ്. അങ്ങനെ ഞങ്ങൾ പാർലറിലെത്തി. അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മുമ്പായിട്ട്. സോ അവർ കഴിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഫസ്റ്റ് ഫേഷ്യലായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല മുഖത്ത് ചെയ്യുന്നതുകൊണ്ട്. അപ്പം നെക്സ്റ്റ് എനിക്ക് ഹെയറാണ് ചെയ്യാനുള്ളത്. അവിടെ ചെന്നപ്പോൾ അവർ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് കുറച്ചുകൂടെ നന്നായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. എനിക്കും കുറേ നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ സ്ട്രൈറ്റനിങ് ചെയ്യണം എന്നുള്ളത്. സോ ഞാനും അത് എഗ്രി ചെയ്തു അവർ പറഞ്ഞപ്പോൾ തന്നെ. അപ്പം ഷാമ്പൂ ഒക്കെ ചെയ്ത് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു നിയർലി ഹെയർ മാത്രം ഒരു 5 hours എബോവ് എടുത്തു അവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ചെയ്തു തന്ന സന്ധ്യ എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ചേച്ചി ചെയ്തു തന്നു. ഇങ്ങനെയാണ് എൻ്റെ ആഫ്റ്റർ അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് അവാർഡ് ഫംഗ്ഷൻ ഉള്ളത്. സോ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളന്ന് കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഓട്ടോയിലാണ് പോയത്. കാരണം ഈ ഒരു ഓഡിറ്റോറിയം ഇരിക്കുന്ന ആ ഒരു പ്ലേസ് ഭയങ്കര ക്രൗഡഡാണ്, സിറ്റിയുടെ നടുക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓട്ടോയിൽ പോകാമെന്ന്. അപ്പം ഞാനും അച്ഛനും കൂടെയാണ് പോകുന്നത്. ഞാൻ പിന്നെ ഫുൾ ഹെയർ സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഇങ്ങനെ ബൊട്ടോക്സ് ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് തന്നെ ഫസ്റ്റ് ടൈമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോഴും ഈ മുടിയിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി ഞങ്ങൾ. NSSൻ്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത്. വെസ്റ്റ് ഫോർട്ടിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്തത്. അപ്പം പത്മകുമാർ അങ്കിളും അത് കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. കലാമുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഒരു കൃത്യസമയം നടക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. പാട്ട് പൂർണ്ണമായപ്പോൾ തന്നെ മാഷ് എത്തിക്കഴിഞ്ഞു. വളരെ സന്തോഷം. അങ്ങനെ ഞാനും അങ്കിളും അച്ഛനും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് നടത്തുന്ന ഒരു അവാർഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഒരുപാട് വിശിഷ്ട അതിഥികളെല്ലാവരും ഉണ്ടായിരുന്നു ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. എനിക്ക് തരുന്ന അവാർഡിൻ്റെ പേരെന്ന് വെച്ചാൽ ആരോഗ്യ ശ്രേഷ്ഠ പുരസ്കാരം എന്നാണ് ആ ഒരു അവാർഡിൻ്റെ പേര്. സോ ഫസ്റ്റ് തന്നെ അവരെല്ലാവരുടെയും സ്പീച്ചും ഒക്കെ ആയിരുന്നു. വിശിഷ്ട അതിഥികളായി ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി, ശ്രീ TP ശ്രീനിവാസൻ IFS, ശ്രീ ചെങ്കൽ S രാജശേഖരൻ, ശ്രീ ഋഷിരാജ് സിംഗ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ വ്യക്തികളെ എനിക്ക് അന്ന് കാണാനൊക്കെ സാധിച്ചു. എൻ്റെ കൂടെ 2 പേരായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് ആരോഗ്യ മേഖലയിൽ നിന്നും. സോ അവർക്ക് അവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ അവാർഡ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. സോ ഹാപ്പി ടു റിസീവ് ദാറ്റ്. ദെൻ ഞങ്ങൾ നെക്സ്റ്റ് ഡേ വന്നിട്ട് ഞങ്ങളുടെ വെള്ളായണി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതും ഞങ്ങൾ ഓട്ടോയിൽ തന്നെയാണ് പോയത്. അപ്പം ഞാനും അമ്മയും കൂടെയാണ് അന്ന്. അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ സ്കൂട്ടറിലാണ് വന്നത്. അമ്മയ്ക്ക് ആക്ച്വലി ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വെള്ളായണി അമ്പലം ഞങ്ങളുടെ വീടുമായിട്ട് അടുത്തുള്ള അമ്പലമാണ്. അതുകൊണ്ടാണ് അമ്മ ഓട്ടോയിലായിട്ട് പോലും വന്നത്. അമ്പലത്തിലൊന്ന് പോയിട്ടൊക്കെ കുറേ നാളായി. സോ ഒന്ന് തൊഴാന്ന് കരുതി അമ്മയും ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിൽ വന്നു. പ്രസാദമൊക്കെ കിട്ടി. ഒരു വഴിപാട് എനിക്കുണ്ടായിരുന്നു. മധുപൂജ എന്നാണ് ആ വഴിപാടിൻ്റെ പേര്. അപ്പം കള്ളാണ് പ്രധാനമായിട്ട് ആ ഒരു വഴിപാടിൻ്റെ ഇതെന്ന് പറയുന്നത്. സോ ഞങ്ങളിനിയിപ്പം അതൊക്കെ എടുത്ത് ഒന്ന് അടുക്കിയൊക്കെ വെക്കുകയാണ്. അങ്ങനെ പ്രസാദം ഉണ്ട്. അച്ഛൻ പറയണ എല്ലാവരും കുറച്ച് കുടിക്കണം എന്ന്. എൻ്റെ ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു എക്സ്പ്രഷൻ നിങ്ങൾക്കിപ്പോൾ കാണാം.
അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് വിളക്ക് കത്തിക്കാനുണ്ടായിരുന്നു വീട്ടിൽ. വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. എന്നാലും ഞങ്ങൾ ഡെയിലി വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് അന്നും കുറച്ച് ലേറ്റായെങ്കിലും വിളക്ക് കത്തിച്ചു. ഇതൊക്കെയാണ് എൻ്റെ ഈ കുട്ടി വ്ളോഗ്. എനിക്കൊരു പ്രോപ്പർ എൻഡിങ് എടുക്കാൻ പറ്റിയില്ല. അബ്രപ്റ്റായിട്ട് നിർത്തേണ്ടി വന്നതിൽ സോറി. നെക്സ്റ്റ് ഡേ എനിക്ക് തിരിച്ച് ഈറോഡ് വരണമായിരുന്നു. സോ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളുമായിട്ട് ബിസി ആയിപ്പോയി കുറച്ച്. അപ്പോൾ സോറി ഫോർ ദാറ്റ്. അപ്പോൾ എൻ്റെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.